ഈ മണ്ണിലിരുന്ന് ഈ അന്നം കഴിച്ച് അയൽരാജ്യത്തെ അരാജകവാദികൾക്കും തീവ്രവാദികൾക്കും വേണ്ടി നമ്മുടെ തെരുവുകളിൽ അഴിഞ്ഞാടുന്നവർ ഇതൊന്ന് ചെവി തുറന്ന് കേൾക്കണം. ഇറാനിലെ ഏതോ ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ ഭാരതത്തിലെ സാധാരണക്കാരന്റെ വഴി തടയുന്നതിന്റെയും പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെയും യുക്തി എന്താണ്? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ശില്പ ചൗധരി എന്ന പേര്. ഒരു സാധാരണ ഇന്ത്യൻ യുവതിയിൽ നിന്നും 38-ാം വയസ്സിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി മാറിയ ഒരു പെൺകരുത്ത്. അവർ ഇത് ചോദിക്കുന്നത് ഓരോ ഭാരതീയന്റെയും ഉള്ളിലെ ചോദ്യമാണ്. ഇവിടുത്തെ വിദേശ ഭക്തർക്കും വർഗീയവാദികൾക്കും അവർ നൽകിയ മറുപടി കേട്ട് വിറളി പിടിച്ചിരിക്കുകയാണ് ചിലർ. ആരാണ് ശില്പ ചൗധരി? അവർ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ചില ഗ്രൂപ്പുകൾക്ക് ചുട്ട മറുപടി നൽകിയത്? ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ. ഈ വീഡിയോ ഓരോ നിമിഷം പോലും കണ്ണു വെട്ടിക്കാതെ കാണുക. ലോകം ഇന്ന് 3-ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ്. പശ്ചിമേഷ്യ പുകയുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലാകെ സംഘർഷം പടർന്നിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആ കൃത്യമായ സൈനിക നീക്കത്തിൽ ഖമേനി ഇല്ലാതായപ്പോൾ അതിന്റെ പേരിൽ കണ്ണീരൊടുക്കാൻ നമ്മുടെ നാട്ടിലും ഒരുപാട് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെത്രത്തോളം വിരോധാഭാസമാണ് അല്ലെ? ജമ്മു കശ്മീർ മുതൽ ഉത്തർപ്രദേശ് വരെയും ലഡാക്ക് മുതൽ കേരളത്തിന്റെ ചില കോണുകൾ വരെയും ഖമേനിക്ക് വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇറാനിലെ ആഭ്യന്തര വിഷയത്തിന് വേണ്ടി ഇന്ത്യയിലെ റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇതിനെയാണ് ഇന്ന് ശില്പ ചൗധരി ചോദ്യം ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് ഒരു പച്ചയായ സത്യമാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളൂ. ഈ നിലപാടിനെ കുറിച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം. ശില്പ ചൗധരി വെറും ഒരു പ്രവാസി മാത്രമല്ല, അവർ ഒരു പോരാളിയാണ്. 38-ാം വയസ്സിൽ സാധാരണക്കാർ വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രായത്തിൽ 3 കുട്ടികളുടെ അമ്മയായ അവർ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി. വെറുമൊരു സൈനികയല്ല, US ആർമിയിൽ കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അവർ സേവനം അനുഷ്ഠിക്കുന്നത്. താൻ നിൽക്കുന്ന രാജ്യത്തോടും ജനിച്ച മണ്ണായ ഭാരതത്തോടും അവർക്കുള്ള സ്നേഹം അചഞ്ചലമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നടന്ന ഈ അനാവശ്യ പ്രകടനങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയാത്തത്. അമേരിക്കൻ സൈനിക വേഷത്തിൽ നിന്നുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ പങ്കുവച്ച വീഡിയോ ഇന്ന് 6.5 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇത് കേവലം ഒരു വിമർശനമല്ല, മറിച്ച് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന വിഘടനവാദികൾക്കുള്ളൊരു താക്കീതാണ്. ശില്പ ചൗധരി തന്റെ വീഡിയോയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് വർഗീയവാദികൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്ന്. നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന് കീഴിൽ ഭാരതം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. G20 അധ്യക്ഷ പദവി മുതൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് ഭാരതം വളരുമ്പോൾ വിദേശ വിഷയങ്ങളുടെ പേരിൽ ഇവിടെ തെരുവ് യുദ്ധം നടത്തുന്നത് രാജ്യത്തെ പരിഹാസപാത്രമാക്കില്ലേ? ഇന്ത്യയെ ലോകം വലിയ ആദരവോടെയാണ് കാണുന്നത്. ആ ബഹുമാനം തകർക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന് ശില്പ പറയുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമാണ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം നടന്നൊരു സംഭവത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ട്രാഫിക് തടസ്സപ്പെടുത്തുന്നതും കടകമ്പോളങ്ങൾ അടപ്പിക്കുന്നതും എന്തിനാണ്? ഇറാന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നതിലെ അസ്വാഭാവികതയും ശില്പ കൃത്യമായി ചൂണ്ടിക്കാട്ടി. ഇത് സർക്കാരിനോടുള്ള പ്രതിഷേധമല്ല, മറിച്ച് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. ഈ ഒരു വാചകം മതി ശില്പയുടെ നിലപാട് വ്യക്തമാക്കാൻ. ഭാരതം നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ആസ്വദിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെ നേതാവിന് വേണ്ടി ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നന്ദികേടല്ലേ? ശില്പയുടെ വീഡിയോ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള സൈബർ പോരാട്ടമാണ് നടക്കുന്നത്. ചിലർ ചോദിക്കുന്നു, അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നില്ലേ എന്ന്. അമേരിക്കയിൽ നടക്കുന്നത് അമേരിക്കക്കാരുടെ ആഭ്യന്തര കാര്യമാണ്. അവർ മറ്റൊരു രാജ്യത്തെ നേതാവിന് വേണ്ടി സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാറില്ല. ഖമേനിവാദികൾക്ക് ഇത്രയും ദുഃഖമാണെങ്കിൽ അവർ എന്തുകൊണ്ട് ഇറാനിലേക്ക് പോയി അവിടെ സൈന്യത്തിൽ ചേരുന്നില്ല? ഇന്ത്യയിലിരുന്ന് വർഗീയ വികാരം ഇളക്കിവിടാൻ എളുപ്പമാണ്. എന്നാൽ ഒരു രാജ്യത്തെ സേവിക്കാൻ വലിയ മനസ്സ് വേണം. ശില്പ ചൗധരി അത് തെളിയിച്ച വ്യക്തിയാണ്. ഭാരതത്തിലെ പല പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇറാന്റെ പിന്തുണയുള്ള വിഘടനവാദ ചിന്താഗതികൾ ഇന്ത്യയിൽ പടർത്താനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇന്ത്യൻ വിദേശ നയം ഇന്ന് വളരെ വ്യക്തമാണ്. നമ്മൾ ഒരു രാജ്യത്തിന്റെയും അടിമകളല്ല. ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന. ഇസ്രയേലുമായും ഇറാനുമായും ഇന്ത്യക്ക് ബന്ധമുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെയും ഭീകരവാദപരമായ നിലപാടുകളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നില്ല. ശില്പ ചൗധരിയെ പോലെയുള്ളവർ വിദേശത്തിരുന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. അവർ മുസ്ലിം വിരുദ്ധയല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏത് മതത്തിലായാലും തീവ്രവാദം വന്നാൽ അത് എതിർക്കപ്പെടണം. ഹിന്ദുവായാലും മുസ്ലിം ആയാലും രാജ്യത്തിന് മുകളിൽ ആരും പറക്കേണ്ടതില്ല.
ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഇന്ത്യൻ വംശജർ ഇന്ന് ഭാരതത്തിന്റെ അംബാസഡർമാരാണ്. അവർ ഇന്ത്യയുടെ വികസനത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ ഇന്ത്യക്കകത്തുള്ള ചിലർ വിദേശ ശക്തികളുടെ ചട്ടുകങ്ങളായി മാറുകയാണ്. ശില്പയുടെ വീഡിയോ ഒരു പാഠമാണ്. തന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും സത്യം വിളിച്ചു പറയാൻ അവർ കാണിച്ച ധൈര്യം അപാരമാണ്. ഇതാണ് യഥാർത്ഥ പെൺകരുത്ത്. ഇതാണ് നവഭാരതത്തിലെ സ്ത്രീത്വം. ഇറാന്റെ ചരിത്രവും ഖമേനിയുടെ നിലപാടുകളും പരിശോധിച്ചാൽ മനസ്സിലാകും അവർ ഭാരതത്തിന് എപ്പോഴും അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തിയ ചരിത്രമുണ്ട് അവർക്ക്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചിലർ അവർക്ക് വേണ്ടി കരയുന്നത് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കണമെങ്കിൽ നമ്മുടെ അതിർത്തികൾ കാക്കുന്ന സൈനികരെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ വിദേശത്തെ ഏതോ നേതാവിന് വേണ്ടി, അതും ഒരു ഏകാധിപതിയായ നേതാവിന് വേണ്ടി ഇവിടെ പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയല്ല വേണ്ടത്. ശില്പ ചൗധരി നൽകിയ ഈ മറുപടി ഖമേനിവാദികൾക്കും വർഗീയവാദികൾക്കും ഏറ്റ വലിയ പ്രഹരമാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഈ നാട്ടിൽ ജീവിക്കാം. എന്നാൽ മറ്റൊരു രാജ്യത്തെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാൻ നോക്കുന്നവർക്ക് ഇനി ഇവിടെ സ്ഥാനമുണ്ടാകില്ല. ഇറങ്ങുക. ഭാരതം ഇന്ന് ഉണർന്നിരിക്കുകയാണ്. ഓരോ പൗരനും രാജ്യത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് ബോധവാനാണ്. ശില്പ ചൗധരിയെ പോലെയുള്ളവർക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ നൽകണം. അവർ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവസാനമായി ഒരു കാര്യം കൂടി എടുത്തു പറയണം. ഭാരതത്തിന്റെ മണ്ണിലിരുന്ന് ഇവിടുത്തെ ഭരണഘടന നൽകുന്ന സകല ആനുകൂല്യങ്ങളും പറ്റി ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പുച്ഛിച്ചു തള്ളുന്ന ഈ ഒരു ആന്റി നാഷണലിസ്റ്റുകൾ ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇത് പഴയ ഇന്ത്യ അല്ല. വിദേശ രാജ്യങ്ങളിലെ തീവ്രവാദികൾക്കും അരാജകവാദികൾക്കും വേണ്ടി നമ്മുടെ നഗരങ്ങളിൽ കലാപം അഴിച്ചുവിടാൻ നോക്കിയാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇറാനിലെ ഖമേനിക്ക് വേണ്ടി ഇവിടെ കണ്ണീരൊഴുക്കുന്നവർ കാണിക്കുന്നത് വെറും വൈകാരികതയല്ല, മറിച്ച് ഈ രാജ്യത്തോടുള്ള പച്ചയായ നന്ദികേടാണ്. ശില്പ ചൗധരി തന്റെ വീഡിയോയിലൂടെ നൽകിയ ആ ഒരു മറുപടി അത്രയ്ക്ക് വിഷമമാണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നത് ഇന്ന് 140 കോടി ഭാരതീയരുടെ മനസ്സിലിരിപ്പാണ്. അതാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഏത് ശക്തിയായാലും, അവർക്ക് വിദേശ രാജ്യങ്ങളുമായി എന്ത് ബന്ധമുണ്ടായാലും അവർ ഈ മണ്ണിന്റെ ശത്രുക്കളാണ്. സ്വന്തം രാജ്യത്തെക്കാൾ ഉപരിയായി മറ്റൊരു രാജ്യത്തെ മത നേതാവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ പുണ്യഭൂമിയിൽ ജീവിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇന്ത്യയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന വിദേശ ശക്തികളുടെ ചട്ടുകങ്ങളായി മാറുന്ന ഇത്തരം വർഗീയ വിഷജന്തുക്കളെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സൈനികർ അതിർത്തിയിൽ ചോര ചീന്തി കാക്കുന്ന ഈ ഒരു മണ്ണ് വിദേശ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള പരീക്ഷണശാലയല്ല. ഭാരതീയ വികാരം മുറുകെ പിടിക്കുന്ന ഓരോരുത്തരും ശില്പ ചൗധരിയുടെ വാക്കുകൾ ഉൾക്കൊള്ളണം. രാജ്യസ്നേഹം എന്നത് ഒരു വേഷമല്ല, അതൊരു വികാരമാണ്. ആ വികാരമില്ലാത്തവർക്ക്, ഭാരതത്തെ അപമാനിക്കുന്നവർക്ക്, ഇവിടുത്തെ സമാധാനം തകർക്കുന്നവർക്ക് ഇനിയുള്ള കാലം മറുപടി നൽകുക വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് പ്രവൃത്തികൾ കൊണ്ടായിരിക്കും. ഇന്ത്യയെ ലോകം ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരം കൊണ്ടും കരുത്തുകൊണ്ടുമാണ്. ആ കരുത്തിന് പിന്നിൽ നിന്നും കുത്താൻ നോക്കുന്ന ഏത് ഖമേനിവാദികൾക്കും ശില്പ നൽകി സർജിക്കൽ സ്ട്രൈക്ക് ഒരു പാഠമാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ സ്നേഹിക്കാം, പക്ഷെ അത് ഭാരതത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടാകരുത്. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവന് ലോകത്തൊരിടത്തും ബഹുമാനം ലഭിക്കില്ല. അതുകൊണ്ട് ഇത്തരം വർഗീയ കോമരങ്ങളെ ഒറ്റപ്പെടുത്തുക. ഭാരതം ഒന്നാമത് എന്ന ചിന്തയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ശില്പ ചൗധരി ഉയർത്തിയ ആ ചോദ്യം ഓരോ തെരുവിലും മുഴങ്ങട്ടെ. ഭാരത വിരുദ്ധതയുമായി ആരെങ്കിലും വന്നാൽ അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: ഇത് ഞങ്ങളുടെ ഭാരതമാണ്, ഞങ്ങളുടെ രാജ്യമാണ്. ഇവിടെ ഭാരതീയന്റെ വികാരം മാത്രമേ നിലപോകൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.